കർത്താവിനെ കാണാൻ ഞങ്ങൾ നിന്നെ അനുവദിക്കുകയില്ല. നിനക്ക് നിന്റേതായ ന്യായവാദങ്ങളുണ്ട്. ശരിയാണ്. എന്തിനും ഏതിനും എനിക്ക് എന്റേതായ കാര്യകാരണങ്ങളുണ്ട്, ന്യായവാദങ്ങളുണ്ട്. കർത്തദർശനം കൊതിക്കുന്ന എന്റെ മനസ്സിന്റെ കോണിൽ ന്യായത്തിന്റെ തിരമാലകൾ തള്ളിത്തെറിക്കുന്നു. വാദങ്ങളും പ്രതിവാദങ്ങളും പയറ്റി തെളിയുന്ന ഈ അംഗക്കളരിയിൽ കാതുകൂർപ്പിച്ച് ഞാനൊന്നും ഒറ്റയ്ക്കിരിക്കട്ടെ. റോമൻ പട്ടാളത്തിന്റെ ചുങ്കമ്പനിയുക വളഞ്ഞ കൊമ്പും നീണ്ട വാലുമുള്ള കറുത്ത ചെകുത്താന്മാരാണ്. ആ കുട്ടിപ്പിശാശിക്ക് എങ്ങനെ ദൈവത്തെ കാണും? ചുങ്കം പിരിക്കുന്നവർ മഹാരാജാവിന്റെ ആജ്ഞാനുവർത്തികളാണ്. കൽപ്പനനുസരിക്കുന്ന പാവം കൂലിക്കാർ. അതെ, വേലക്കാരൻ കൂലിക്കാരനാണ്. അധിക ഭാരം ചുമത്തി പാവം ചെക്ക് തോളിൽ ഭാരമുള്ള മുഖം പൊക്കി വെക്കുന്നു. ചുങ്കം പിരിച്ചു കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് കാലം കഴിക്കുന്നത് എങ്ങനെ? കൂടും കുടുംബം പുലർത്തുവാൻ അവർക്കും നല്ല മാർഗങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടന്റെ പിച്ചച്ചക്ക് കൈയിട്ട് വാരുന്നവൻ കർത്തൃ സാന്നിധ്യത്തിന്റെ കല്ലേറ് ദൂരം പോലും എത്തരുത്. പാപികളും വേശ്യകളും അവന്റെ സന്തത സഹചാരികളാണ്. അക്ഷരജ്ഞാനം പോലുമില്ലാത്ത മീൻപിടുത്തക്കാരാണ് അവന്റെ കൂട്ടുകാർ. എങ്കിലെന്തുകൊണ്ട് ഈ സഖ്യവത്തിന് യേശുവിനെ കാണാനാവില്ല? ഗുരുവിന്റെ ദർശനം അവൻ യോഗ്യതയുണ്ട്. പൊക്കമില്ലാത്തവൻ അതികായനായി മാറിയ സ്നേഹത്തിന്റെ കഥ. ആശ്വാസദായനായ തമ്പുരാൻ കൂടണയാതെ പോയ കുഞ്ഞാടിനെ തേടിപ്പോയ കഥ. കാട്ടെത്തിയപ്പോഴും പൂക്കാറില്ല. കാലത്തിന്റെ മികവിൽ സ്വയം സംഭവിക്കുന്നതാണത്. അത്തരത്തിലുള്ള അനുഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശാപമോക്ഷം കാത്തു കിടക്കുന്ന ശിലകൾ പോലെ സ്നേഹം കൊണ്ട് ഉയരം ലഭിച്ചവരുടെ കഥയാണിത്. അനുഗ്രഹിച്ചാലും ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. അവന്റെ യോഗ്യതകളെ നിങ്ങൾ തീരുമാനിക്കണ്ട. അവന്റെ അർഹതയും അവകാശവും അവൻ തന്നെ നിശ്ചയിക്കട്ടെ. ഇല്ല, ഈ വാദപ്രതിവാദങ്ങൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ല.
തീരുമാനിക്കുക. ദർശനത്തിന്റെ കുളിർമഴയായി അവൻ നിന്റെ കരയിൽ പെയ്യാൻ നീ യോഗ്യനോ? മനസ്സിൽ പൊഴിഞ്ഞ ചിന്തകളെ പോകും. എന്നെ കുത്തി നോവിക്കാതിരിക്കൂ. പാതിയോടിരിക്കുന്ന ഈ പാവമന്ത്രിയോട് അവൻ കാണിച്ച കാരണത്തിന്റെ ഇത്തിരി വെട്ടം നെറുകയിൽ സിന്ദൂരമണികളായി വീണിരുന്നെങ്കിൽ ഇല്ല, എനിക്കൊരു തീരുമാനത്തിലെത്താൻ അഹാവുന്നില്ല. ഇരിക്കി. കാട്ടത്തിൽ ചെള്ളച്ചോട്ടിൽ അടയുന്നത് നിന്റെ ദർശനത്തിന് മുഖങ്ങൾ മുളപ്പിച്ചെടുക്ക്. ഇല്ല, തണലിരിക്കാൻ നിനക്കാവില്ല. ആ ദർശനത്തിന്റെ ആദ്യ മുകളങ്ങൾ തള്ളിപ്പഴിപ്പിക്കാൻ ഇതാ മരുമകനാടി ഉഷ കണ്ടെത്തുന്നു. ആരാണ് നീ? എന്താണ് നിന്റെ പേര്? ഒരാട്ടിന്റെ പേരിൽ എന്ത് കാര്യം? എനിക്ക് സിദ്ധിയിലെ പുണ്യത്തിലുമാണ് കാര്യം. ഏത് പുണ്യം? ആ പുണ്യത്തിന്റെ പേര് പറഞ്ഞ് നീയും എന്നെ പരിഹസിക്കുന്നോ? അല്ല, ദാരിദ്ര്യത്തിന്റെ ഉള്ളിലേക്ക് ദൈവം ഇറങ്ങി വന്ന ആ അത്ഭുത രാത്രി. എന്തിനീ പഴപുരാണങ്ങൾ എന്നോട് ആവർത്തിക്കുന്നു? സഖ്യൂസ്, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഇടയര ഞങ്ങളുടെ എളിമയും വിനയമാണ് കർത്താവിനെ കാണാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. അതിന് നീയും കൊതിക്കുന്നു ഒരു ഇത്തിരി വട്ടം നിന്നിലേക്ക് വന്ന് വീഴാൻ. നിസ്സാരത്തിലേക്ക് മടങ്ങൂ. അവന്റെ ദർശന കിരണങ്ങൾ നിന്നെ തേടിയെത്തും. നിന്നെ തേടിയെത്തും. നിന്നെ തേടിയെത്തും. അതിന് എനിക്കാവുമോ? ഈ പഴയ തോൽക്കുടത്തിൽ വീര്യമുള്ള പുതിയ വീഞ്ഞിന്റെ നിറവിന്റെ സാധ്യത എന്തോ എന്തോ എനിക്കറിയില്ല. എനിക്കറിയാം സഖ്യൂസ്, എനിക്കറിയാം. കിഴക്കവന്റെ നക്ഷത്രത്തിന്റെ ശോഭ കണ്ട് അവനെ ആരാധിക്കാൻ മണൽക്കാടുകൾ താണ്ടി വന്നവനാണ് ഞാൻ. എന്നിട്ട് ഞങ്ങളവന് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു. പല്ലില്ലാത്ത മോണ കാട്ടി ആ പൊന്നു ശിശു ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. ആ മന്ദസ്മിത മഞ്ഞണിഞ്ഞൊരു മാലാഖയുടെ ചാരുത. അത്തരമൊരു ദർശനം ഞാൻ കൊതിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. പക്ഷേ അവന് സമർപ്പിക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ കയ്യിൽ പറയൂ സഖ്യൂസ്, പറയൂ. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു പക്ഷേ കുറെ നാണയത്തുട്ടികൾ മാത്രം. ആ നാണയക്കിലുക്കങ്ങൾക്കിടയിൽ ഞാൻ കേൾക്കുന്നത് പാവപ്പെട്ടവന്റെ നിലവിളികളും ദീനരോധനങ്ങളുമാണ്. എന്റെ നേർക്ക് കുറ്റങ്ങളുടെ കൂരമ്പുകൾ ചെയ്യാനാണോ താങ്കൾ കടന്നു വന്നത്? അല്ലാതെ തരമില്ലല്ലോ. ആ ഓർക്കുക, കർത്ത ദർശനം സാധ്യമാക്കുന്നത് നിന്റെ ആത്മസമർപ്പണമാണ്. എങ്കിൽ ഞാൻ
നോക്കെന്റെ രക്ഷകനെ കാണാൻ കൊതിക്കുന്നു. അല്ലയോ മനുഷ്യ, ഞങ്ങൾ ഒരു പഴയ കഥ പറയാം. കാത്തിരിപ്പിന്റെ മണമുള്ളൊരു പഴയ കഥ. ജീർണതയുടെ ദുർഗന്ധം വമിക്കുന്ന ഈ പഴംപുരാണങ്ങളുമായി എന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ ആരാണ് നിങ്ങൾ? കുന്തിരിക്കം പുകയുന്ന യെരൂശലേം ദേവാലയത്തിന്റെ നടവഴികളിൽ കാത്തിരിപ്പിന്റെ മാറാപ്പിറക്കാട് ഞാനും അന്നയും കാത്തിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഈ കണ്ണടയും മുമ്പ് രക്ഷകൻ മുൻപിൽ പ്രത്യക്ഷപ്പെടുമെന്ന പ്രതീക്ഷയോടെ. പറയൂ, വേഗം പറയൂ, ആ കാത്തിരിപ്പിന് അർത്ഥമുണ്ടായോ? മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകുചനകൾക്ക് അറുതിയുണ്ടായോ? ഞാൻ ഇന്നും ഓർക്കുന്നു, അന്ന് അവരെത്തിയത് ബലിയർപ്പിക്കാനായിരുന്നു. അവരുടെ കയ്യിൽ ചോര തുടിക്കുന്ന ഒരു പൊൻകുഞ്ഞ്. അവരുടെ പക്കൽ 2 ചങ്ങാലിപ്പക്ഷികൾ ഉണ്ടായിരുന്നു. എന്റെ ഹൃദയം തുടിച്ചു. കാത്തിരുന്ന ചന്ദ്രബിംബം കൈക്കുമ്പിളിൽ ഉദിച്ച പോലെ. അവന് പ്രതിഷ്ഠിക്കാൻ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ലായിരുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. ജനത്തിനു വേണ്ടി യഹോവ ഒരുക്കിയ രക്ഷ കണ്ട ഞാൻ അറിയാതെ ഉദ്ഘോഷിച്ചു, കർത്താവേ, നിന്റെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം. സഖ്യവു, സമർപ്പിക്ക്. നിനക്കുള്ളത് മാത്രമല്ല, നിന്നെ തന്നെ സമർപ്പിക്ക്. ഗുരുമുഖം ദർശിക്കാൻ നിന്റെ കണ്ണുകൾക്ക് അപ്പോൾ കാഴ്ചയുണ്ടാകും. ഗുരു, തെറ്റിപ്പോയെന്ന തിരിച്ചറിവ് എന്നെ പശ്ചാത്താപ വിവശനാക്കുന്നു. കാതങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് പോലും നിന്നെ ദർശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ ഇനിയൊന്ന് ബാക്കി നിൽക്കുന്നു. എന്താണ്